ആദ്യമായിട്ട് കണ്ടെത്തിയ നാൾ മുതൽ അന്നും ഇന്നും സ്പേസ് ലവേഴ്സിനെല്ലാം നിരന്തരമായി അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് ബ്ലാക്ക് ഹോൾസ് ആണ്. പ്രകാശത്തിന് പോലും പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. എങ്കിലും ഇവയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രകാശപൂരിതമായ വസ്തുക്കൾ. കുറച്ച് നാളുകൾക്ക് മുൻപ് വരെയും ഏറ്റവും തിളക്കമുള്ളതായിട്ട് പരിഗണിച്ചിരിക്കുന്ന ബ്ലാക്ക് ഹോൾസിന് നമ്മുടെ സൂര്യന്റെ 11 ലക്ഷം കോടി അടങ്ങ് പ്രകാശമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ തിളക്കമുള്ള മറ്റൊരു ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും തിളക്കമുള്ളത് എന്നതിലുപരി മറ്റു പല റെക്കോർഡുകളും പുതിയ ബ്ലാക്ക് ഹോൾ തകർത്തിരിക്കുകയാണ്. എന്താണ് ഈ പുതിയ ബ്ലാക്ക് ഹോൾ എന്നും എന്താണ് ഇതിന്റെ പ്രത്യേകതകളെന്നും നമുക്ക് നോക്കാം. 80കളിൽ തന്നെ ഇതിനെ കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇതിനെ ഒരു ബ്ലാക്ക് ഹോൾ ആയിട്ട് ആരും പരിഗണിച്ചിരുന്നില്ല. കാരണം ഇത് അത്രയ്ക്കും പ്രകാശപൂരിതമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെയുള്ള വെറും ഒരു നക്ഷത്രമായിരിക്കും എന്നാണ് ഇതുവരെ എല്ലാവരും കരുതിയിരുന്നത്. J0529-4351 എന്നാണ് ഇതിനെ നൽകിയിരിക്കുന്ന പേര്. നമുക്കിതിനെ ഷോർട്ടായിട്ട് J05 എന്ന് പറയാം. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായിട്ട് നക്ഷത്രമാണെന്ന് കരുതിയിരുന്ന വസ്തു യഥാർത്ഥത്തിൽ ഒരു ബ്ലാക്ക് ഹോൾ ആണെന്ന കാര്യം ഇപ്പോഴാണ് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞത്. അതും വെറും ഒരു സാധാരണ ബ്ലാക്ക് ഹോൾ അല്ല, മറിച്ച് ഇതൊരു കോസാറാണ്. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ ബ്ലാക്ക് ഹോളുകളുടെ ഏറ്റവും തീവ്രമായ രൂപമാണ് കോസാറുകൾ. മറ്റു വസ്തുക്കളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇവ പ്രപഞ്ചത്തിലെ വളരെ അപൂർവമായ വസ്തുക്കളാണ്. ഉദാഹരണത്തിന് സാധാരണ ബ്ലാക്ക് ഹോളിനെ നോക്കുമ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ മാത്രം ഏറ്റവും കുറഞ്ഞത് 10 കോടി ബ്ലാക്ക് ഹോൾസ് എങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. എന്നാൽ പ്രപഞ്ചത്തിലെ അപൂർവ ചില ഗാലക്സികളിൽ മാത്രമേ കോസാറുകൾ ഉണ്ടായിരിക്കുകയുള്ളൂ. അതും ഒരു ഗാലക്സിയിൽ ആകെ ഒരു കോസാർ ആയിരിക്കും ഉള്ളത്. അത്രയേറെ അപൂർവമാണ് ഈ വസ്തുക്കൾ. എന്നിരുന്നാലും ഇതുവരേക്കും 10 ലക്ഷത്തോളം കോസാറുകളെ നമ്മുടെ ദൃശ്യ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനെ നിരീക്ഷിച്ച ജ്യോതിശാസ്ത്രജ്ഞർ ഇതിന്റെ ലൂമിനോസിറ്റി കണ്ടിട്ടാണ് ഇതിനെ സാധാരണ നക്ഷത്രമായിട്ട് കണക്കാക്കിയത്. കാരണം ചുറ്റും കാണുന്ന മറ്റു നക്ഷത്രങ്ങളിൽ നിന്നും യാതൊരു വ്യത്യാസവും ഇതിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പിന്നീട് പലതവണ മറ്റു ഒബ്സർവേറ്ററി ഈ വസ്തുവിനെ കണ്ടിരുന്നെങ്കിലും ആരും തന്നെ ഇതിനെ കൂടുതൽ നിരീക്ഷിച്ചിരുന്നില്ല. ഈ ചിത്രം കാണുമ്പോൾ തന്നെ എന്തുകൊണ്ടാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. എന്തെന്നാൽ ഈ ചിത്രത്തിൽ കാണുന്ന ബാക്കി എല്ലാ വസ്തുക്കളും യഥാർത്ഥത്തിൽ നമ്മുടെ ഗാലക്സികളിലുള്ള നക്ഷത്രങ്ങളാണ്. ഒടുവിൽ ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഗയ ടെലിസ്കോപ്പ് 2018 ഇത് സ്ഥിതി ചെയ്യുന്ന ഭാഗം ബഹിരാകാശത്തിനെ നിരീക്ഷിച്ചിരുന്നു. ബഹിരാകാശ പരിവേഷണ രംഗത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ടെലിസ്കോപ്പാണ് ഗയ. മിൽക്കി വേയിലുള്ള ഒരു നക്ഷത്രം ചലിക്കേണ്ടതിനേക്കാൾ വളരെ കുറഞ്ഞ വേഗത്തിലാണ് ഈ വസ്തു ചലിക്കുന്നത് എന്ന കാര്യം ഗയയുടെ ഡാറ്റയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അത് തീർച്ചയായും അസ്വാഭാവികമായ ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും ഇതിനെ നക്ഷത്രമായിട്ടാണ് പരിഗണിച്ചത്. അതിന്റെ ഒറ്റ കാരണം ഇതിന്റെ പ്രകാശമാണ്. അകലെയുള്ള ഒരു വസ്തു ഉണ്ടായിരിക്കേണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതലാണ് ഇതിന്റെ ലൂമിനോസിറ്റി. അതുകൊണ്ട് എന്തായാലും ഇതൊരു നക്ഷത്രം തന്നെയാണെന്ന് കരുതി. എന്നാൽ ഈയിടെ ഒരു സംഘം ഓസ്ട്രേലിയൻ ഗവേഷകർ മറ്റു പല ടെലിസ്കോപ്പുകളുടെയും ഡാറ്റകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ തികച്ചും യാദൃശ്ചികമായിട്ട് ഇതൊരു കോസാറാണെന്ന് കാര്യം കണ്ടുപിടിച്ചത്. വെറും ഒരു സാധാരണ വസ്തുവാണെന്ന് കരുതിയിരുന്ന ഒരു വസ്തു എത്രത്തോളം അസാധാരണമായിരുന്നു എന്ന് അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്. നമ്മുടെ മിൽക്കി വേ സ്ഥിതി ചെയ്യുന്നതാണെന്ന് കരുതിയ ഈ വസ്തുവിന്റെ പ്രകാശം യഥാർത്ഥത്തിൽ ഏകദേശം 1200 കോടി പ്രകാശ വർഷങ്ങൾക്കകലെ നിന്നുമാണ് വരുന്നത്. അതായത് 1200 കോടി വർഷങ്ങൾക്ക് മുന്നേ നിലനിന്നിരുന്ന ഒരു വസ്തുവിനെയാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത്. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് കാണാൻ ഇനിയും 1200 കോടി വർഷങ്ങൾ കഴിയണം. 1200 കോടി വർഷങ്ങൾ മുന്നേ എന്ന് പറയുമ്പോൾ അത് ശരിക്കും പ്രപഞ്ചത്തിന്റെ ആരംഭകാലമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയ ഒട്ടുമിക്ക കോസാറുകളും ശരിക്കും ഇതുപോലെ ഒരുപാട് അകലെയുള്ളതാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പ്രായം കുറഞ്ഞ കോസാറുകളാണ്. പക്ഷെ പ്രായം കുറവാണെങ്കിലും ഇത് വളരെ വലിയ കോസാറാണ്. ഇതിന് ഏറ്റവും കുറഞ്ഞത് നമ്മുടെ സൂര്യന്റെ 1700 കോടി മടങ്ങ് മാസെങ്കിലും ഉണ്ടായിരിക്കും. 1700 കോടി എന്നത് തീർച്ചയായും വളരെ വലിയൊരു സംഖ്യ തന്നെയാണ്. എങ്കിലും 10,000 കോടി മടങ്ങ് മാസം ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഫീനിക്സ് എക്സ്റ്റാറിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ബ്ലാക്ക് ഹോൾ ആണ്. പക്ഷെ ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അതെന്തെന്നാൽ ഇതിന്റെ അക്രേഷൻ ഡിസ്കിന് ഏകദേശം 7 പ്രകാശ വർഷങ്ങളുടെ വ്യാസമുണ്ട്. 7 പ്രകാശ വർഷങ്ങൾ. സൂര്യനിൽ നിന്നും നെപ്റ്റ്യൂൺ വരെയുള്ള ദൂരത്തിന്റെ 15,000 മടങ്ങോളം ദൂരമാണ് 7 പ്രകാശ വർഷങ്ങൾ. സൂര്യന്റെ സമീപത്തുള്ള മറ്റൊരു നക്ഷത്രത്തിൽ എത്താൻ പോലും വെറും 4 പ്രകാശ വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന കാര്യം ഓർക്കണം. ഈ ദൃശ്യ പ്രപഞ്ചത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അക്രേഷൻ ഡിസ്ക് തീർച്ചയായും ഇത് തന്നെയാണ്.
തന്നെയാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സ്പേസ് ലവേഴ്സിനെ എപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ഹോളുകൾ നമ്മുടെ സൂര്യന്റെ മാസിന് തുല്യമായ അളവുള്ള പദാർത്ഥങ്ങളാണ് ഇത് വെറും ഒരൊറ്റ ദിവസം കൊണ്ട് വിഴുങ്ങുന്നത്. അതായത് ഒരു വർഷം ഈ ബ്ലാക്ക് ഹോൾസിന്റെ മാസ് സൂര്യന്റെ 370 മടങ്ങ് വെച്ച് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതേ അളവിലാണ് മുൻപും വളർന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇതിന് ഇത്രയും വലുപ്പം വെക്കാൻ പരമാവധി വെറും 4.5 കോടി വർഷങ്ങളെ എടുത്തിട്ടുണ്ടാകൂ. 4.5 കോടി വർഷങ്ങൾ എന്നത് വലിയൊരു കാലയളവായിട്ട് നമുക്ക് തോന്നും. പ്രപഞ്ചത്തിനെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു നൊടിയുടെ പോലെയാണ്. മറ്റൊരു കാര്യം എന്നത് ബ്ലാക്ക് ഹോളിന് വളരാൻ കഴിയുന്നതിന്റെ പരമാവധി വേഗത്തിലായിരിക്കും ഈ ബ്ലാക്ക് ഹോൾ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കരുതുന്നത്. കാരണം ഇതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ വളരാൻ ശ്രമിച്ചാൽ അക്രീഷൻ ഡിസ്കിലെ പ്രകാശത്തിന്റെ സമ്മർദ്ദം ഗ്രാവിറ്റിയെ എതിർത്ത് നിൽക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ബ്ലാക്ക് ഹോളിന് ഒന്നിനെയും വിഴുങ്ങാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ബ്ലാക്ക് ഹോൾ കൂടുതൽ വളരുകയുമില്ല. എന്തായാലും ഇതിനെ ഇത്രയും വലിയ അക്രീഷൻ ഡിസ്ക് എങ്ങനെ കിട്ടി എന്നത് വളരെ വലിയൊരു മിസ്റ്ററിയാണ്. ഇതുവരേക്കും ഒരു രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത്രയും വലിയ അക്രീഷൻ ഡിസ്ക് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പ്രകാശവും അതിതീവ്രമായിരിക്കും. കാരണം നമുക്കറിയാം ബ്ലാക്ക് ഹോൾസിന്റെ അക്രീഷൻ ഡിസ്കിലെ പദാർത്ഥങ്ങളിൽ നിന്നുമാണ് പ്രകാശം വരുന്നത്. ചിത്രത്തിൽ ഇത് മറ്റു നക്ഷത്രങ്ങളെ പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതിന് നമ്മുടെ സൂര്യന്റെ 500 ട്രില്യൺ മടങ്ങ് പ്രകാശമുണ്ട്. എന്ന് വെച്ചാൽ 5 കോടി മടങ്ങ് പ്രകാശം. J043947 എന്നൊരു കോസാറിനെയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രകാശപൂരിതമായ കോസാറായിട്ട് പരിഗണിച്ചിരുന്നത്. അത് സൂര്യന്റെ 600 ട്രില്യൺ മടങ്ങ് വലുതാണ്. പക്ഷെ ആ കോസാറിന് നമുക്കിടയിലുള്ള ഒരു ഗാലക്സി കാരണം ലെൻസിങ് എഫക്ട് സംഭവിച്ചത് കൊണ്ടാണ് അതിന് ഇത്രയും തിളക്കമുള്ളതായിട്ട് നമുക്ക് തോന്നിയത്. യഥാർത്ഥത്തിൽ അതിന്റെ ശരിക്കുമുള്ള ലൂമിനോസിറ്റി എന്നത് നമ്മുടെ സൂര്യന്റെ 11 ട്രില്യൺ മടങ്ങായിരുന്നു. അതിനാൽ തന്നെ ഇപ്പോൾ ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും തിളക്കമുള്ള വസ്തു J05 ആണ്. മറ്റൊരു അതിശയകരമായ കാര്യം എന്തെന്നാൽ ഈ അക്രീഷൻ ഡിസ്കിലെ അതിതീവ്രമായ ഫ്രിക്ഷൻ കാരണം അതിന്റെ താപനില പല ലക്ഷം കോടി ഡിഗ്രി സെൽഷ്യസോളം ആയിരിക്കും. അതിനേക്കാൾ അതിശയകരമായ കാര്യം നമ്മുടെ സൂര്യന്റെ അതിന്റെ ജീവിതകാലം മുഴുവൻ, അതായത് 1000 കോടി വർഷങ്ങൾ കൊണ്ട് പുറത്തുവിടുന്ന ഊർജ്ജമാണ് ഈ കോസാർ ഓരോ സെക്കൻഡുകളിലും പുറത്തുവിടുന്നത്. അങ്ങനെയെങ്കിൽ ദൃശ്യപ്രപഞ്ചത്തിലെ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള വസ്തുവും തീർച്ചയായും ഇത് തന്നെയാണ്. അതുമാത്രമല്ല മറ്റെല്ലാ സ്രോതസ്സുകളെക്കാളും ഏറ്റവും എഫിഷ്യന്റ് ആയ ഊർജ്ജ സ്രോതസ്സും ഇതാണ്. ന്യൂക്ലിയർ ഫ്യൂഷനേക്കാളും സൂപ്പർനോവകളെക്കാളും ഒക്കെ ഒരുപാട് എഫിഷ്യന്റ് ആണിത്. ഒരു പക്ഷേ ഭാവിയിൽ നമ്മൾ ടൈപ്പ് 4 സിവിലൈസേഷൻ ഒക്കെ ആവുകയാണെങ്കിൽ ഇത്തരം കോസാറുകളായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ്സുകൾ. ചിലപ്പോൾ ഏതെങ്കിലും അന്യഗ്രഹ ജീവികൾ പണ്ടേ തന്നെ കോസാറിൽ നിന്നും ഊർജ്ജം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ചിലപ്പോൾ നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിലെ ഇതിനേക്കാൾ കൂടുതൽ തിളക്കമുള്ള കോസാറുകൾ ഉണ്ടായിരിക്കും എന്നാണ് കരുതുന്നത്. അതുപോലെ കോസാറുകൾ ഒരുപക്ഷെ നമ്മൾ കരുതുന്നതിന്റെ അത്ര അപൂർവമായിരിക്കില്ല എന്നും സംശയിക്കുന്നുണ്ട്. എന്തെന്നാൽ അത്രയധികം തീവ്ര പ്രകാശമുള്ള വസ്തുക്കളാണെങ്കിൽ പോലും കോസാറുകൾ ചിലപ്പോൾ ഗാലക്സികൾ മറച്ചു വെക്കും. അങ്ങനെയാണെങ്കിൽ ചില ഗാലക്സികളിൽ, പ്രത്യേകിച്ച് തീരെ വലുപ്പം കുറഞ്ഞ പുരാതന കാല ഗാലക്സികളിൽ വൻതോതിലുള്ള വാതകങ്ങൾ ഉണ്ടായിരിക്കും. ഈ വാതകങ്ങൾ മറയ്ക്കുന്നത് കാരണം ആ ഗാലക്സിയിലുള്ള കോസാർ ഉണ്ടെങ്കിൽ പോലും അതിനെ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നോക്കിയാൽ മാത്രമേ അതിനെ നമുക്ക് കാണാൻ പറ്റൂ. അത്തരം ചില കോസാറുകളെ ആസ്ട്രോണമേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇനിയും നിരവധി കോസാറുകളെ ഒരുപക്ഷെ പല ഗാലക്സികളിലും മറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. അവയിൽ ഇപ്പോൾ കണ്ടെത്തിയതിനേക്കാൾ തീവ്രമായ കോസാറുകൾ ഉണ്ടായിരിക്കും.